എല്ലാ പ്രിയപ്പെട്ടവർക്കും മറിയംസ് ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? സേഫാണോ? ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്നതല്ലേ? നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നതല്ലേ? നമുക്കെല്ലാവരെയും സ്നേഹിക്കണം, നമ്മളെല്ലാവരെയും സ്നേഹിക്കണം എന്ന് നമ്മുടെ മഹാകവി കുമാരനാശാൻ പാടിയിരിക്കുന്ന സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവസ്നേഹമാണ്. എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സ്നേഹം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഫീല്. എന്നാൽ അതിനിടയിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതെന്താണെന്നറിയാമോ? സെൽഫ് ലവ്. നമ്മളെ തന്നെ സ്നേഹിക്കുക. ഇത് നമുക്ക് വലിയ പരിചയമില്ലായിരിക്കും അല്ലേ? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുമ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാൻ, നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ, നമ്മൾക്ക് വേണ്ടി ഒന്ന് സമയം കണ്ടെത്താൻ. അപ്പം നമുക്ക് നോക്കിയാലോ എന്താണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവിന് 5 ലാംഗ്വേജസ് ഉണ്ട്. അതായത് നമ്മളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. കാരണം ഈ ലോകത്തിൽ നമ്മളുടെ മൈൻഡിലേക്ക് ഒരു ദിവസം ഏകദേശം 70,000 തോട്ട്സാണ് കടന്നു വരുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചിന്തിച്ച് ഓരോ നിമിഷവും അതിലൊരു 98% റിപ്പീറ്റായിട്ട് വരുന്ന ചിന്തകളാണ്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൽ 80% നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത്. നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സും വെച്ച് നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിനുള്ളിൽ നമ്മൾ ആർക്കോ വേണ്ടിയോ നെട്ടോട്ടം ഓടുകയാണ്. ആ സമയത്ത് നമ്മളെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും, സാക്രിഫൈസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തിന് നിർവചനമായിട്ട് പറയുന്നത് നമ്മുടെ അമ്മമാരാണ്. നമ്മുടെ അമ്മമാരുടെ സ്നേഹം എന്നാൽ ഈ കാലത്ത് അതും കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ അമ്മമാരൊക്കെ നമുക്കൊണ്ട് ഒത്തിരി സാക്രിഫൈസ് ചെയ്ത് അവരെ തന്നെ മറന്ന് നമ്മളെ വളർത്തി ഒരു ഇതിലാക്കുന്നത് വരെയും അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നാൽ ഒരിക്കൽ പോലും അവരവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷങ്ങളെ പറ്റി ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ആ സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് പല രോഗങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മൈഗ്രെയിൻ, ആങ്സൈറ്റി, ഡിപ്രഷന്. കാരണം നമ്മളെ നോക്കാൻ നമുക്ക് സമയമില്ല, നമ്മളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ട്രെൻഡിനനുസരിച്ച് നമ്മുടെ പാഷന്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ കരിയർ പോലും നമ്മൾ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു ഹീലാകാത്തൊരു വൂണ്ടുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യണം? നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി ഒരു ദിവസം ചിലവഴിക്കുക. അത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ല, നമ്മുടെ എക്സ്റ്റേണൽ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യും, ജിമ്മിൽ പോകും. എന്നാൽ നമ്മുടെ ഇന്നർ മൈൻഡ്, നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്നറിലേക്ക് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യണ്ടേ, ഒന്ന് ഫ്രെയിം ചെയ്യണ്ടേ. എങ്കിലല്ലേ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആകാനും അപ്പോഴാണ് നമുക്ക് ഈ ലോകം ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത്. നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മളോട് തന്നെ പറയുക, യെസ് യു ആർ സൂപ്പർ, നീ സുന്ദരിയാണല്ലേ, അല്ലെ നീ സുന്ദരനാണ്. നമ്മളെ തന്നെ നമ്മുടെ നെഞ്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം വേറെ ആരും നമ്മളെ അത്രയും സ്നേഹിക്കത്തില്ല. ആകെ 2 പേർക്ക് നമ്മളെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് നമ്മുടെ ക്രിയേറ്ററിന്, നമ്മുടെ ദൈവത്തിന്. 2 നമുക്ക് തന്നെ. നമുക്കും നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മളെ യഥാർത്ഥമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും പറയും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, നമ്മളായാലും പറയും നമ്മളവരെ സ്നേഹിക്കുന്നു. എന്നാൽ ആ സ്നേഹത്തിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറമായിട്ട് നമുക്ക് ആരെയും സ്നേഹിക്കാനോ. എന്നാൽ നമ്മളെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് യഥാർത്ഥമായിട്ട് അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളോട് തന്നെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്. യെസ്, എനിക്ക് ചെയ്യാൻ പറ്റും, നമ്മളൊരു അത്ഭുതമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ തന്നെ ഒരു ഏറ്റവും ബെറ്റർ വേർഷനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പല രോഗങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ സെൽഫ് ലവ് ബിൽഡ് ചെയ്യുന്നത്? അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത്
സ്നേഹിക്കണം എന്നുള്ളതല്ല, അതൊരു റിസൾട്ടാണ്. അത് ഡേ ബൈ ഡേ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരേണ്ട ഒരു റിസൾട്ടാണ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മളോട് തന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തന്നെ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാം അല്ലേ. മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനൊക്കെ നമ്മൾ ഭയങ്കര റെഡിയായിട്ട് നമ്മൾ ഇരിക്കുക, താല്പര്യമാണ് നമുക്ക്. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കുക, നമ്മളോട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഒരു നെഗറ്റീവ്സ് നമ്മളെപ്പറ്റി പറയരുത്. എപ്പോഴും നമ്മളെപ്പറ്റി നമ്മൾ പോസിറ്റീവായിട്ട് പറയുക. നമ്മൾ ആയിരിക്കുന്ന ഈ സ്ഥിതിയിൽ നമ്മൾ പറയുക, യെസ് ഐ ആം സൂപ്പർ, ഞാൻ വണ്ടർഫുള്ളാണ്, എനിക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസവും നമ്മളോട് തന്നെ പറയുമ്പോൾ നമ്മുടെ ആ പോസിറ്റീവ് ഇമോഷൻസ് അത് ഹൈ ആകുന്നത്, ആ വൈബ്രേഷൻ ഹൈ ആകുമ്പോൾ നമ്മളെ തന്നെ ഓരോ നിമിഷവും നമ്മളെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിലുള്ള പെയിന്, നമ്മളിലുള്ള രോഗങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിപ്പോകുന്നത് കാണാം. അങ്ങനെ വരും ദിവസങ്ങളിൽ നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വേർഷനായി തീരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്നിടത്തൊക്കെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെ ആയിരിക്കുക. വീണ്ടും കാണുന്നവരെയും ടേക്ക് കെയർ. God bless you. Bye.